എന്നിട്ട് ഇവള് ചെയ്തതെന്താ? ഒരു വെള്ളി നാണയത്തിന്റെ വില ഇത്രമാത്രം. പക്ഷെ ഒരു വെള്ളി നാണയം കണ്ടു കിട്ടിയപ്പോ നാട്ടുകാരെ മുഴുവൻ വിളിച്ചിട്ട് ചിക്കൻ ബിരിയാണി മേടിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഇവൾക്ക് പറ്റിയ തെറ്റ്. ഒരു വെള്ളി നാണയം കിട്ടിയപ്പോ 50 വെള്ളി നാണയത്തിന്റെ ചിക്കൻ ബിരിയാണി ചെലവാക്കി. ഇത് യുക്തിയില്ലാത്ത ആളുകളാ ചെയ്യുക, അല്ലേ? നമ്മൾ ചെയ്യുമോ? യുക്തിബോധമുള്ള ആരും ഇങ്ങനെ ഒരു സാഹസം ചെയ്യില്ല. യേശു ഇങ്ങനെയാ. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുമ്പോ അറുപ്പാൻ കാള വെളിയിൽ നിൽപ്പുണ്ട്. നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കുമ്പോ കൈക്ക് പാകമായ മോതിരം അവിടുന്ന് പണിഞ്ഞു വയ്ക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടത് തിരികെ വരുമ്പോ അവന് കൊടുക്കാൻ പുതപ്പും അവന്റെ കാലിലെ ചെരുപ്പും തയ്യാറാക്കി വെച്ചിരിപ്പുണ്ടൊരു തമ്പുരാൻ. നഷ്ടപ്പെട്ടത് കിട്ടുമ്പോ ഒരുപാട് ആഘോഷിക്കും എന്റെ ദൈവം, ഒരുപാട് അവിടുന്ന് സന്തോഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ യേശുവിന് യുക്തിബോധമില്ല. നഷ്ടപ്പെട്ടത് തിരികെ കിട്ടുമ്പോ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടി ചെലവാക്കും. നാലാമതായി യേശുക്രിസ്തു പറയുന്നു, നാലാമതായി ബിഷപ്പ് പറയുന്നു, എന്റെ യേശുവിന്റെ നാലാമത്തെ കുറവെന്തെന്നറിയാമോ? അവിടുന്ന് ഒരു നയതന്ത്രശാലിയല്ലായിരുന്നു, ഒരു നല്ല ഭരണകർത്താവല്ല. കാരണം നമുക്കറിയാമല്ലോ, പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞതേ ഉള്ളൂ. ഒരുപാട് മോഹന വാഗ്ദാനങ്ങളും ഒക്കെ നമ്മൾ കേട്ടതാണ്. ഇനിയും ഇലക്ഷൻ വരുന്നു, അസംബ്ലി ഇലക്ഷനിലേക്കൊക്കെ വരിക. ഒരുപാട് വാഗ്ദാനങ്ങൾ ഓരോ ഭരണകർത്താക്കളും നൽകാറുണ്ട്. സ്വപ്നങ്ങൾ നമ്മുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കാറുണ്ട്. അങ്ങനെയാണ് ഭരണകർത്താക്കളുടെ ശൈലി. പക്ഷെ എന്റെ യേശു തന്നെ അനുഗമിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്തത് കഷ്ടതയും കുരിശും സഹനവുമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു നല്ല ഭരണകർത്താവല്ല, നല്ല നയതന്ത്രശാലിയല്ല. ഇതാണ് യേശുവിന്റെ കുറവ്. അവിടുന്ന് സഹനങ്ങളെ മാത്രം വാഗ്ദാനം ചെയ്യുക. പക്ഷേ അവന്റെ പിൻഗാമികളാകട്ടെ 3 ആഴ്ച കൊണ്ട് മുഖക്കുരു മാറാമെന്ന് പറയുന്ന ക്രീമിന്റെ പരസ്യം പോലെ ആക്കിയിരിക്കുന്നു ആധ്യാത്മികത. 7 ആഴ്ച കൊണ്ട് തലയിലെ താരൻ മാറ്റാമെന്ന് പറയുന്ന ഷാമ്പുവിന്റെ പരസ്യം പോലെ ആക്കിയിരിക്കുന്നു സ്പിരിച്വാലിറ്റി. 3 ആഴ്ച തേക്കുമ്പോ വയറു കുറയുന്ന തൈലത്തിന്റെ പരസ്യം പോലെ ആയിരിക്കുന്നു ആധ്യാത്മികത. എന്താ? ഞങ്ങളുടെ ഭക്തിമേളകളിലേക്ക് വരൂ, ഞങ്ങളുടെ ഭക്തി വിൽക്കപ്പെടുന്ന പ്രസ്ഥാനങ്ങളിലേക്ക് വരൂ, 3 ആഴ്ച സംബന്ധിക്കൂ, അല്ലെങ്കിൽ ഞങ്ങളുടെ ക്രൂസൈഡിൽ 7 ആഴ്ച വരൂ, നിന്റെ സകല ഭാരവും ദുഃഖവും സഹനവും ഒക്കെ മാറ്റിത്തരാമെന്ന് പറയുമ്പോ ഷാമ്പുവിന്റെയും ഫെയർനെസ് ക്രീമിന്റെയും ലവണതൈലത്തിന്റെയും നിലവാരത്തിലേക്ക് സ്പിരിച്വാലിറ്റി താണുപോകുന്നില്ലേ സഹോദരങ്ങളെ? ഇന്ന് അത്തരമൊരു ആത്മീക അപകടത്തിന്റെ, ആത്മീക അപജയത്തിന്റെ കാലമാണ്. അതുകൊണ്ട് യേശു അങ്ങനെയല്ലായിരുന്നു. അവിടുന്ന് തന്നെ അനുഗമിക്കുന്നവർക്ക് സുഖങ്ങളല്ല വാഗ്ദാനം ചെയ്തത്, മറിച്ച് കുറെ ദുഃഖങ്ങളാണ്. ഇന്ന് നമുക്കറിയാലോ, സന്ദർഭവശാൽ പറഞ്ഞു പോവുക, ഇന്നൊരു പുതിയ ശൈലി എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയുടെ ഒരു മോഡേൺ സ്റ്റൈൽ എന്ന് പറയുന്നത്, നിനക്ക് കിട്ടുന്ന നന്മകളൊക്കെ ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണങ്ങളാണ്. സമ്മതിച്ചു. നിന്റെ വീട്, കാറ്, ജോലി, കുഞ്ഞുങ്ങൾ, അവരുടെ ജീവിതം ഒക്കെ അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. നിന്റെ ജീവിതത്തിന്റെ നിറവും ലഹരിയും ഒക്കെ ദൈവാനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ഇതാണ് പുതിയ സ്പിരിച്വാലിറ്റി. മറിച്ചൊന്നും കൂടെ ഉണ്ട്. നീ അനുഭവിക്കുന്ന രോഗം, നിന്റെ വീട്ടിലെ പ്രശ്നങ്ങൾ, നിന്റെ പ്രതിസന്ധികൾ, നിന്റെ വേദനകൾ ഒക്കെ ദൈവശാപത്തിന്റെ ലക്ഷണങ്ങളാണ്. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സ്റ്റൈലാണ് ഇന്ന് പലയിടത്തും ഉള്ളത്. അതുകൊണ്ടെന്താ, എന്തെങ്കിലും ദുഃഖമോ ഭാരമോ പ്രയാസമൊക്കെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്നത് ശാപമാണ്, ശാപം മാറ്റുന്ന സിദ്ധന്മാരുടെ അടുക്കലേക്ക് പോകണമെന്നാണ്. അങ്ങനെയുള്ളവരോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ യേശു എത്രമാത്രം ശാപമേറ്റു? എന്റെ യേശു എത്രമാത്രം സഹിച്ചു? കാൽവറിയുടെ ഉയരങ്ങളിൽ അവിടുന്ന് എത്രമാത്രം പാനപാത്രത്തിന്റെ അടിമട്ട് വരെ വലിച്ചു കുടിച്ചു? പരിശുദ്ധ കന്യകമറിയാം എത്രമാത്രം നൊമ്പരങ്ങൾ ഏറ്റുവാങ്ങി, എത്രമാത്രം സഹിച്ചു? പിതാക്കന്മാർ 1848 മുതൽ 1902 വരെ മാത്രം ജീവിച്ച കൃഷകാത്രനായ പരിശുദ്ധ പരിമലമോർ ഗ്രിഗോറിയോസ് എത്രമാത്രം ദുഃഖങ്ങളിലൂടെ കടന്നുപോയി. നിങ്ങൾ പറയണം, സഹനങ്ങളും ദുഃഖങ്ങളും ഇല്ലായ്മകളും ശാപത്തിന്റെ ലക്ഷണമാണെങ്കിൽ എന്റെ യേശുവിന് ആരുടെ ശാപമായിരുന്നു? എന്റെ പരിശുദ്ധ കന്യമറിയാമൻ ആരുടെ ശാപമായിരുന്നു? എന്റെ പരിശുദ്ധ പരിമലത്തിരുമേനിക്ക് ആരുടെ ശാപമായിരുന്നു? ഉത്തരം പറഞ്ഞേ മതിയാവുള്ളൂ. പുതിയ ആധ്യാത്മികതയിൽ ഇതിന്റെ ഉത്തരം ഉണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പരിശുദ്ധമായ പരിമലയുടെ വിശുദ്ധ മദ്ബഹായുടെ മുമ്പിൽ നിന്ന് ചോദിക്കുകയാണ്, സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖമോ സഹനമോ വരുമ്പോ അത് ശാപത്തിന്റെ ലക്ഷണമാണെങ്കിൽ എന്റെ യേശു വഹിച്ച ദുഃഖങ്ങൾക്ക് നീ എന്ത് വിശദീകരണം കൊടുക്കും? പരിശുദ്ധ അമ്മ വഹിച്ച ദുഃഖങ്ങൾക്ക് നീ എന്ത് വ്യാഖ്യാനം കൊടുക്കും?
സഹോദരങ്ങളെ, അതൊന്നും ആത്മീയതയുടെ യഥാർത്ഥ ലക്ഷണമല്ലെന്ന് മനസ്സിലാക്കണം. നാലാമത്തെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു, എന്റെ യേശുവിന്റെ നാലാമത്തെ കുറവ് അവിടുന്ന് നയതന്ത്രശാലിയല്ലായിരുന്നു. അഞ്ചാമത്, എന്റെ യേശു നല്ലപോലെ ധനതത്വശാസ്ത്രം പഠിച്ചിട്ടില്ല, എക്കണോമിക്സ് പഠിച്ചിട്ടില്ല. എന്റെ യേശുവിന് എക്കണോമിക്സ് അറിയത്തില്ലായിരുന്നു. കാരണം രാവിലെ പറമ്പിൽ 9 മണിക്ക് കിളയ്ക്കാൻ ഇറങ്ങിയവനും 12 മണിക്ക് കിളയ്ക്കാൻ ഇറങ്ങിയവനും 3 മണിക്ക് കിളയ്ക്കാൻ ഇറങ്ങിയവനും 5 മണിക്ക് ഒരേ കൂലി കൊടുത്തു. ഇത് എക്കണോമിക്സ് അറിയാവുന്നവൻ ചെയ്യുമോ? ചെയ്യില്ല. 3 മണിക്ക് ഇറങ്ങിയവനും രാവിലെ 8 മണിക്ക് പാടത്ത് പണിക്കിറങ്ങിയവനും 5 മണിക്ക് ഒരേ കൂലി കൊടുത്തവനാണ് എന്റെ തമ്പുരാൻ. വലത്തു ഭാഗത്തെ കള്ളൻ ക്രൂശിന്റെ നാഴികകളിൽ 11th hour 11ാം മണിക്കൂറിൽ അനുഭവിച്ചു. 3-ാം മണിക്ക് വേലക്കിറങ്ങിയവനാ, അല്ല 5-ാം മണിക്ക് വേലക്കിറങ്ങിയവനാ. 6 മണിക്ക് അവനും കൊടുത്തു തമ്പുരാൻ പറുദീസ. പത്രോസ് തന്റെ ജീവിതത്തിൽ ആദ്യം മുതലേ അനുഗമിച്ചവനാ, അവനും കൊടുത്തു തമ്പുരാൻ പറുദീസ. 5-ാം മണിക്ക് വേലക്കിറങ്ങിയ വലത്തുഭാഗത്തെ കള്ളനും 9-ാം മണിക്ക് ഇറങ്ങിയ പത്രോസിനും ദൈവം കൊടുത്ത് എന്റെ യേശു കൊടുക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അവൻ നല്ല എക്കണോമിക്സ് അല്ല. നിനക്ക് ഇനിയും സമയമുണ്ട്. കാരണം അവന് എക്കണോമിക്സ് അറിയത്തില്ല കേട്ടോ. നീ വൈകിപ്പോയാലും സാരമില്ല, അവന് ഈ നല്ല എക്കണോമിക്സ് അറിയത്തില്ലെന്ന് ഓർത്തോളുക. ഈ ബിഷപ്പ് പറഞ്ഞതാ, ഞാൻ സകലവും ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ പിന്തുടരാൻ കാരണം അവൻ 5 കുറവുകൾ ഉണ്ടായിരുന്നതുകൊണ്ടാ. അവന്റെ 5 കുറവുകളെ ഞാൻ സ്നേഹിക്കുന്നു. എന്താ? 1, അവന് ഭയങ്കര മറവിയായിരുന്നു. 2, അവന് കണക്കറിയത്തില്ലായിരുന്നു. 3-ാമത്തത്, അവന് യുക്തിബോധമില്ലായിരുന്നു. 4-ാമത്തത്, അവിടുന്ന് നല്ല നയതന്ത്രശാലിയല്ലായിരുന്നു. 5-ാമത്തേത്, അവന് എക്കണോമിക്സ് അറിയത്തില്ലായിരുന്നു, ധനതത്വശാസ്ത്രം അറിയത്തില്ലായിരുന്നു. സഹോദരങ്ങളെ, ഇതൊക്കെ തമ്പുരാൻ കണക്കൂട്ടിയിരുന്നെങ്കിൽ, അവന്റെ കണക്ക് പുസ്തകത്തിൽ നമ്മുടെ പേജിൽ ഇതൊക്കെ കോറിയിട്ട് വെച്ചിരുന്നെങ്കിൽ എത്ര റെഡിങ് മാർക്ക് കണ്ടേനെ? അല്ല, എത്ര ഇടത്ത് ചുവന്ന വശി വെച്ച് നിന്റെ ജീവിതത്തിൽ അടിക്ക് വരച്ചേനെ? തോമസിന്റെയും മത്തായിയുടെയും ജോണിന്റെയും കോശിയുടെയും ഒക്കെ ജീവിതത്തിൽ എത്ര പേജുകളിൽ തമ്പുരാൻ അടിക്ക് ചുമന്ന മഷി കൊണ്ട് നീട്ടി വരച്ചേനെ? അവന് കണക്കറിയാമായിരുന്നെങ്കിൽ, അവനെല്ലാം ഓർമ്മ വെച്ചിരുന്നെങ്കിൽ. സഹോദരങ്ങളെ, ഇതാണ് എന്റെ യേശു ക്രിസ്തു, ഇതാണ് സ്വർഗീയനായ ക്രിസ്തു, ഇതാണ് കായേന ദൈവം കൊടുത്ത അടയാളം നിനക്കുമുണ്ടെന്ന് പറയാൻ കാരണം അവിടുന്ന് ഇത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അവിടുന്ന് ഇത്രമാത്രം തന്നെ കരുതുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ വ്രണത ഹൃദയങ്ങളോടും തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, കായേന എസ്കോർട്ട് പോകുന്നൊരു ദൈവം, കൊലപാതകിക്ക് അകമ്പടി പോകുന്നൊരു ദൈവം. ഇതൊരടയാളമാണ്. ചിലർക്കത് പ്രത്യക്ഷമായി കാണും, അല്ലേ? ഈ മരുഭൂമിയിൽ ഇസ്രായേൽ ജനം ഒരുപാട് പിറുപിറുക്കുന്നുണ്ട്. അവർക്ക് ഈജിപ്ഷ്യൻ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു രോഗം വരെയുണ്ട്. എന്താ ഈജിപ്ഷ്യൻ സിൻഡ്രോം എന്ന് പറയാമോ? ഈ മരുഭൂമിയിൽ കൂടെ നടക്കുമ്പോഴും ഇച്ചിരി വേദന ഉണ്ടാകുമ്പോ അവർക്ക് ചിന്ത എന്നറിയാമോ? മിസ്രൈമിലെ ഇറച്ചിക്കലോ, ഈജിപ്തിലെ ചെറിയ ചെറിയ സുഖങ്ങളായിരുന്നു, അങ്ങ് അവിടെ കിടന്നാൽ മതിയായിരുന്നു, ഈ മോശയുടെ വാക്കും കേട്ട് ഇറങ്ങേണ്ട കാര്യമില്ലായിരുന്നു എന്നൊക്കെ അവർ വിചാരിച്ചോളായി. അതിന് ഈജിപ്ഷ്യൻ സിൻഡ്രോം എന്നാണ് വിളിക്കുക. തിരികെ പോയാൽ മതി, പഴയതായിരുന്നു നല്ലെന്ന് തോന്നും. ഈ രോഗമൊക്കെ അവർക്ക് ദിനംപ്രതി വന്നുകൊണ്ടിരുന്നതാ. ദൈവത്തെ പലപ്പോഴും അവർ തള്ളിപ്പറഞ്ഞു. പക്ഷേ തള്ളിപ്പറയുന്ന ജനത്തിനു മേലെ അഗ്നിസ്തംഭമായി മേഘത്തൂണായി ദൈവത്തിന്റെ കരുതലുണ്ടായിരുന്നു. സഹോദരങ്ങളെ, നീ പിറുപിറുക്കുമ്പോ എന്റെ ദൈവം എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വരുത്തിയെന്ന് ചോദിക്കുമ്പോ ഇതിലും ഭേദം മറ്റേതായിരുന്നു എന്ന് നീ പറയുമ്പോ ഓർക്കുക, നിന്റെ ശിരസിന് മീതെ പുറപ്പാട് പുസ്തകത്തിൽ കാണിച്ചിരിക്കുന്ന തരത്തിൽ ഒരു അഗ്നിത്തൂണുണ്ട്. കാരണം മരുഭൂമിയിൽ അഗ്നി 2 ഉപകാരങ്ങളാ. ഒന്ന്, മരുഭൂമിയുടെ കൂരിരുട്ടിൽ രാത്രികാലങ്ങളിൽ വഴിവെളിച്ചമായി അഗ്നിത്തൂണ്. 2, മരുഭൂമിയിലെ കൊടുംതണുപ്പിൽ തണുപ്പിന്റെ കുളിരിന്റെ അനുഭവം മാറ്റുന്ന, ചൂട് പകരുന്ന അഗ്നിത്തൂണായി ദൈവം അവർക്ക് നിലനിൽക്കുകയാണ്. ഇതൊരു വലിയ ഷെൽട്ടറായി, അഭയമായിട്ട് മാറുക. അടയാളങ്ങൾ ഒത്തിരിയുണ്ട്. ഉൽപ്പത്തി 9:17 നാം കാണുന്നു, പ്രളയം താണ ഭൂമിക്ക് മീതെ ശവശരീരങ്ങൾ കൂന കൂടിയപ്പോ, മനുഷ്യന്റെയും മൃഗങ്ങളുടെയും മൃതശരീരങ്ങൾ ചീഞ്ഞളിഞ്ഞത് കണ്ടപ്പോ ദൈവത്തിന്റെ കണ്ണു നനഞ്ഞു. ദൈവത്തിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകി. എന്നിട്ട് സ്വർഗത്തിലെ ദൈവം ഭൂമിയെ നോക്കി പ്രതിജ്ഞ ചെയ്തു, ഇല്ല, ഞാനിനി ഇത് ചെയ്യില്ല, ഞാനിനി ഈ കൂട്ടരെ കൂട്ടത്തോടെ നശിപ്പിക്കില്ല. മനുഷ്യൻ എത്ര തെറ്റ് ചെയ്താലും, മനുഷ്യൻ എത്ര പാളിപ്പോയാലും അവൻ അവസാന മണിക്കൂറിലെങ്കിലും അനുഭവിക്കുമോ എന്ന് ഞാൻ നോക്കും. ഇല്ല, ഞാനിനി കൂട്ടത്തോടെ നശിപ്പിക്കില്ല. എന്നിട്ട്
നിയമത്തിന്റെ അടയാളമായി എന്തു വെച്ചു? തന്റെ വില്ല് മേഘത്തിൽ വെച്ചു. ഉൽപ്പത്തി 9:17 പറയുന്നു, ദൈവം മനുഷ്യന് കൊടുക്കുന്ന സംരക്ഷണത്തിന്റെ അടയാളമായി മഴവില്ല് ആകാശവായുസിൽ കാണപ്പെടുക. ഇതാണ് അടയാളം. കയന് കൊടുത്ത അടയാളം, പ്രളയത്തിൽ നശിച്ച ഭൂമിക്ക് കൊടുത്ത അടയാളം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഒത്തിരി. ശിംശോന് ദൈവം കൊടുക്കുന്നില്ല ഒരു മുടിയുടെ അടയാളം. ഒത്തിരി അടയാളങ്ങളുണ്ട് പലയിടക്കും. ഇനി നമ്മൾ ഇങ്ങനെ വരുമ്പോ പഴയ നിയമത്തിൽ ദൈവം ഇങ്ങനെ അടയാളങ്ങൾ കൊടുക്കുന്നു. പുതിയ നിയമത്തിൽ എന്താ അടയാളം? പുതിയ നിയമത്തിൽ എന്താ അടയാളം? വിശുദ്ധ ലൂക്കോസ് 2-ാം അധ്യായം 12-ാം വാക്യം വായിച്ചാൽ അറിയാം എന്താണ് നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അടയാളം, എന്താണ് പുതിയ നിയമകാലത്തിന് ദൈവം നൽകിയിരിക്കുന്ന അടയാളം. അവിടെ വായിക്കുന്നു, യേശുക്കുഞ്ഞ് പുൽത്തൊട്ടിയിൽ പാറക്കൂട്ടങ്ങൾക്കിടയിൽ. പുൽത്തൊട്ടി എന്നൊന്നും പറയരുത് കേട്ടോ. ക്രിസ്മസിൽ നാം പാടുന്നുണ്ടല്ലോ, എന്താ? കിറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ പാൽമുകരും നയ്യോ ലോകമഹോന്നത ദേവേശൻ. അതെ, ഒരു പുൽക്കൂടെന്ന് പറയുമ്പോ, ഒരു തൊഴുത്തെന്ന് പറയുമ്പോ നമുക്ക് കുറച്ചുകൂടെ ഒരു സെക്യൂർ ആയിട്ടുള്ള പ്ലേസ് എന്ന് തോന്നും, സുരക്ഷിതമാണ്. പക്ഷെ പിതാക്കന്മാർ പറയുന്നു അത് പുൽക്കൂടൊന്നുമല്ല, മറിച്ച് കീറത്തുണി ചുറ്റി പാറപ്പൊത്തിലിതാ. പാറയുടെ വിള്ളലിൽ ഒരപ്പനും അമ്മയും ഒരു കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ച് തണുപ്പേൽക്കാതെ മഞ്ഞേൽക്കാതെ സംരക്ഷിക്കുന്നില്ലേ? ആ കുഞ്ഞ് വിശുദ്ധ ലൂക്കോസ് 2:12 പറയുന്നു, ഇത് ചരിത്രത്തിന് അടയാളം. നിങ്ങൾക്ക് അടയാളമോ? വായിച്ച്, നിങ്ങൾക്ക് അടയാളമോ? ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശു. സഹോദരങ്ങളെ, ഒരു നിമിഷം ആഴമായിട്ട് ശ്രദ്ധിച്ചേ. പഴയ നിയമത്തിൽ നാം കണ്ടത് ദൈവം മനുഷ്യന് അടയാളങ്ങളെ കൊടുക്കുക. എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്നു യേശു ക്രിസ്തു സ്വയം അടയാളമായി ലോകത്ത് അവതരിക്കപ്പെടുന്നു. അവിടെ നാം വായിച്ചത് എങ്ങനെയാ? നിങ്ങൾക്ക് അടയാളമോ? നക്ഷത്രമല്ല, കാഴ്ചകളല്ല, രാജാക്കന്മാരല്ല, വിദ്വാൻമാരല്ല, ഒന്നുമല്ല നിങ്ങൾക്കടയാളം. നിങ്ങൾക്കടയാളമോ? സാക്ഷാൽ ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞു തന്നെ അടയാളമാണ്. യേശു തന്നെ അടയാളമായിരിക്കുന്നു. യേശു തന്നെ അടയാളമായിരിക്കുന്നു. പുതിയ നിയമത്തിന് അടയാളം യേശുവാണ്. യേശു ക്രിസ്തു തന്നെ അടയാളം.